നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നൈനിക സെജു ഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിലെ കലകൾ എന്ന ടോപ്പിക്കാണ്. ദൃശ്യകലകളുടെയും ശ്രവ്യകലകളുടെയും സമ്മിശ്രമാണ് ദൃശ്യശ്രവ്യ കലകൾ. ഒരേ സമയം കണ്ണിനും കാതിനും ഒരുപോലെ അനുഭൂതി ഉണ്ടാക്കുന്നതാണ് കലകൾ. കലകൾക്കുദാഹരണമാണ് നൃത്തങ്ങൾ, നാടകങ്ങൾ, സിനിമ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലയാണ് കഥകളി. കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച ക്ലാസിക്കൽ കലാരൂപമായ രാമനാട്ടത്തിൽ നിന്നുമാണ് കഥകളി പരിണമിച്ചത്. കൃഷ്ണനാട്ടം രചിച്ചിരുന്ന ഭാഷ ഏതാണ്? സംസ്കൃതം. കൃഷ്ണനാട്ടം രചിച്ചിരുന്ന ഭാഷ സംസ്കൃതം. എന്നാൽ രാമനാട്ടം രചിച്ചിരുന്ന ഭാഷയോ മലയാളത്തിലാണ്. കൃഷ്ണനാട്ടം രചിച്ചിരുന്ന ഭാഷ സംസ്കൃതം, രാമനാട്ടം രചിച്ച ഭാഷ മലയാളം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളി. കേരളത്തിൻ്റെ തനതായ കലാരൂപമാണ് കഥകളി. ആദ്യകാല രൂപം ഏതാണ്? രാമനാട്ടം. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളമാണ്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി. വെട്ടത്ത് സമ്പ്രദായം എന്ന ആദ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? കഥകളിയാണ്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥ. കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, ഇരേമ്യൻ തമ്പി, വയസ്സക്കര മോസ് എന്നിവർ കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയിലോ പ്രധാനമായിട്ട് സംഭാവന നൽകിയവരാണ്. അപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ കഥകളിയുടെ സാഹിത്യ രൂപമായ ആട്ടക്കഥയുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്? കോട്ടയത്ത് തമ്പുരാൻ, ഉണ്ണായി വാര്യർ, ഇരേമ്യൻ തമ്പി, വയസ്സക്കര മോസ്. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. അപ്പോൾ ഏതൊക്കെയാണ് കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇടത്താളം, ചേങ്ങില. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. ഒരു കഥകളി നാടകത്തിൻ്റെ പൂർണ്ണ രൂപം അവതരിപ്പിക്കാൻ 6 മുതൽ 8 മണിക്കൂർ വേണം. അപ്പോൾ ഒരു കഥകളി പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ എത്ര സമയം വേണം? 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വേണം. അംഗങ്ങൾ കൊണ്ട് കാണിക്കുന്ന ചേഷ്ടകളായ ആംഗ്യാഭിനയവും വേഷഭൂഷാദികൾ കൊണ്ടുണ്ടാക്കുന്ന ആഹാര അഭിനയവും ഭാവനകളിൽ നിന്നുണ്ടാകുന്ന സ്വാത്വിക അഭിനയവും വാചിക അഭിനയവും ചേർന്ന നടന കലയാണ് കഥകളി. കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കേളികൊട്ട്. കഥകളിയുടെ ആദ്യ ചടങ്ങ് കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം ഏതാണ്? പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. അപ്പോൾ കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ഏതാണ്? തിരനോട്ടം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാണ്? ധനാശി. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി. ആരംഭിക്കുമ്പോൾ ഏതാണ്? കേളികൊട്ട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. ആദ്യത്തെ ചടങ്ങ് കേളികൊട്ടും, തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനം തിരനോട്ടം. അവസാനിപ്പിക്കുന്ന ചടങ്ങ് ഏതാണ്? ധനാശി. ഇപ്പം ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട്, അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. അപ്പം കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്നത് എത്ര മുദ്രകളാണ്? 24 മുദ്രകൾ. 24 മുദ്രകളാണ് ഹസ്തലക്ഷണ ദീപികയിൽ
വിവരിച്ചിരിക്കുന്നത്? കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. ദേശീയ കഥകളി ദിനം എന്നാണ്? ഒക്ടോബർ 16. ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനം. കഥകളിയുടെ പുനർജീവനത്തിനായിട്ട് പ്രവർത്തിക്കുകയും കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന വ്യക്തി ആരാണ്? നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എന്നാണ് ദേശീയ കഥകളി ദിനം? ഒക്ടോബർ 16. ആരുടെ ജന്മദിനമാണ് ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഹസ്തലക്ഷണ ദീപിക എന്താണ്? കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. 24 മുദ്രകളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. പിന്നെന്താ? കഥകളി ആരംഭിക്കുന്ന ചടങ്ങും അവസാനിപ്പിക്കുന്ന ചടങ്ങും ഏതാണ്? ആരംഭിക്കുന്ന ആദ്യത്തെ ചടങ്ങ് ഏതാണ്? കേളികൊട്ട്. അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി പാടുക. അപ്പോൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം എന്തെന്നറിയപ്പെടുന്നു? പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം എന്താണ്? പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം. എത്ര സമയം വേണം നമുക്ക് കഥകളി അവതരിപ്പിക്കാൻ വേണ്ടി? 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ആവശ്യം. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്തെന്നറിയപ്പെടുന്നു? സോപാന സംഗീതമാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം. ഏതൊക്കെ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്? ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇടത്താളം, ചേങ്ങില. അടുത്ത നമുക്ക് കഥകളിയുടെ വേഷങ്ങൾ നോക്കിയാലോ? പച്ച. സ്വാത്വികമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയുടെ വേഷമാണ് ഏത്? പച്ച. ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാർക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്? പച്ച. സ്വാത്വികമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് പച്ച. ഒരിക്കൽ കൂടെ, സ്വാത്വികമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് എന്ത്? പച്ച. കത്തി. ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നു. ദുഷ്ടകഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? കത്തി. പച്ച സ്വാത്വികമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നു. കത്തി എന്താണ്? ദുഷ്ടകഥാപാത്രം. ഏതൊക്കെയാ ദുഷ്ടകഥാപാത്രം? രാവണൻ, കംസൻ. അപ്പൊ ദുഷ്ടകഥാപാത്രത്തെ കത്തി, സ്വാത്വിക കഥാപാത്രം പച്ച. കരി. എന്താ കരി? രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് എന്ത്? കരി. രാക്ഷസരാണെങ്കിൽ കരി. കത്തി എന്താ? ദുഷ്ടകഥാപാത്രത്തിനെ പ്രതിനിധീകരിക്കുന്നത് കഥകളിയിലെ വേഷം ഏതാണ്? കത്തി. സ്വാത്വികമായ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്നത് പച്ച. താടി. താടിയിൽ എന്താ? പ്രധാനമായിട്ട് 3 തരം താടിയാണ് ഉള്ളത്. പ്രധാനമായും 3 തരം താടിയാണുള്ളത്. വെളുത്ത താടി എന്താണ്? മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് വെള്ളത്താടി ഉപയോഗിക്കുന്നത്. മനുഷ്യന് അതീതമായിട്ടുള്ള കഴിവുകളുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് വെള്ളത്താടി ഉപയോഗിക്കുന്നത്. ഉദാഹരണം എന്താണ്? ഹനുമാന്റേത്. ചുമപ്പ് താടി. ദുഷ്ടകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുള്ള വേഷമാണ് ചുവന്ന താടി. കറുത്ത താടി എന്താണ്? വേടന്മാരും നായാട്ടുകാരുമായിട്ടുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. അടുത്തതാണ് മിനുക്ക്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണെന്ത്? മിനുക്ക്. സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയുടെ വേഷമാണെന്ത്? മിനുക്ക്. കഥകളിക്ക് വേഷമണിയുന്നതിനെ പറയുന്ന പേരാണ് ചുട്ടിക്കുത്ത്. അപ്പൊ കഥകളിക്ക് വേഷമണിയുന്നതിനെ പറയുന്ന പേരെന്താണ്? ചുട്ടിക്കുത്ത്. പ്രശസ്തമായ നമ്മുടെ കഥകളി കലാകാരന്മാരെ നോക്കിയാലോ? കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ. കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, മങ്കുളം വിഷ്ണു നമ്പൂതിരി.
ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കുടമാളൂർ കരുണാകരൻ നായർ, കുടമാളൂർ കരുണാകരൻ നായർ. ഗുരു കുഞ്ചിക്കുറുപ്പ്, ഗുരു കുഞ്ചിക്കുറുപ്പ്. കീഴ്പ്പാടം കുമാരൻ നായർ, കീഴ്പ്പാടം കുമാരൻ നായർ. പള്ളിപ്പുറം ഗോപാലൻ നായർ, പള്ളിപ്പുറം ഗോപാലൻ നായർ. ഹരിപ്പാട് രാമകൃഷ്ണൻ, ഹരിപ്പാട് രാമകൃഷ്ണൻ. അപ്പോൾ കഥകളി കലാകാരന്മാരെ ഒന്നുകൂടെ നോക്കിയാലോ. കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കരപിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമ മേനോൻ, കലാമണ്ഡലം ഗോപി, മംഗുളം വിഷ്ണു നമ്പൂതിരി, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, കുടമാളൂർ കരുണാകരൻ നായർ, ഗുരു കുഞ്ചിക്കുറുപ്പ്, കീഴ്പ്പാടം കുമാരൻ നായർ, പള്ളിപ്പുറം ഗോപാലൻ നായർ, ഹരിപ്പാട് രാമകൃഷ്ണൻ, ഹരിപ്പാട് രാമകൃഷ്ണൻ. കഥകളിയിലെ സംഗീതത്തെക്കുറിച്ച് നോക്കാം. കഥകളി സംഗീതം ശ്ലോകങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും കഥകളിയിലെ കഥാംശം അവതരിപ്പിക്കുന്നതാണ് കഥകളി സംഗീതം. അപ്പം എന്താ, ശ്ലോകങ്ങളിലൂടെയും പാട്ടുകളിലൂടെയുമാണ് കഥകളിയിലെ കഥാംശം അവതരിപ്പിക്കുന്നത്. സംസ്കൃതത്തിലും പദങ്ങൾ മലയാളത്തിലുമാണ് രചിച്ചിട്ടുള്ളത്. ശ്ലോകങ്ങൾ സംസ്കൃതത്തിലും പദങ്ങൾ മലയാളത്തിലുമാണ് രചിച്ചിരിക്കുന്നത്. കഥകളി സംഗീതത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ചെണ്ട, മദ്ദള, ചേങ്ങില, ഇലത്താളം. അപ്പോൾ ഏതാണ് ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. കഥകളിയിലെ പിന്നണി സംഗീതത്തിൽ 2 ഗായകരും മറ്റ് വാദ്യമേളക്കാരും ഉൾപ്പെടുന്നു. അപ്പോൾ എന്താണ്, കഥകളിയിൽ പിന്നണി സംഗീതത്തിലെ 2 ഗായകരും മറ്റ് മേളവാദ്യക്കാരും ഉൾപ്പെടുന്നു. ഗായകരിൽ പ്രധാന ഗായകനെ പൊന്നാനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്, ഗായകരിൽ പ്രധാന ഗായകനെ പൊന്നാനി എന്നും ഉപഗായകന് ശിങ്കിടി എന്നറിയപ്പെടുന്നു. അപ്പം എന്താണ്, പ്രധാന ഗായകൻ പൊന്നാനി, ഉപഗായകൻ ശിങ്കിടി. ഗായകരിൽ പ്രധാന ഗായകൻ പൊന്നാനി, ഉപഗായകൻ ശിങ്കിടി. കഥകളിയിലെ പ്രധാന പ്രശസ്ത സംഗീതജ്ഞരെ നോക്കിയാലോ. കഥകളി ഹൈദ്രാലി, കഥകളിയിലെ ഗായകനാണ് കലാമണ്ഡലം ഹൈദ്രാലി. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ. ഇപ്പം എന്താണ്, പ്രധാന കഥകളി സംഗീതജ്ഞരാണ് കലാമണ്ഡലം ഹൈദ്രാലി, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അപ്പോൾ ആരൊക്കെയാണ് 3 പേര്? കലാമണ്ഡലം ഹൈദ്രാലി, കലാമണ്ഡലം നീലകണ്ഠൻ, പിന്നെന്താണ്, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ. അപ്പോൾ പ്രധാന ഗായകനെ പൊന്നാനി എന്നറിയപ്പെടുന്നു, ഉപഗായകനെ എന്തറിയപ്പെടുന്നു? ശിങ്കിടി എന്നറിയപ്പെടുന്നു. കഥകളിയിലെ പിന്നണി സംഗീതത്തിൽ ആരൊക്കെയുണ്ട്? 2 ഗായകരും മറ്റ് മേള വാദ്യക്കാരുമുണ്ട്. കഥകളി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന താളവാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ശ്ലോകങ്ങൾ സംസ്കൃതത്തിലായിരിക്കും, പദങ്ങൾ മലയാളത്തിലുമാണ്. അപ്പം ഇത്രയുമാണ് കഥകളി സംഗീതത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ കഥകളിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.